പലരോടും ഞാൻ സംസാരിച്ചു. അപ്പോൾ പറയുന്നത് സിറ്റിയിൽ ഞാനായിരുന്നു ആദ്യത്തെ ഫോട്ടോഗ്രാഫർ, പക്ഷെ ഇപ്പോൾ എനിക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ 12ഓളം സ്റ്റുഡിയോകളുണ്ട്. പലരും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി പേര് ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നു. അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഒരുപാട് ലോണുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പലർക്കും ക്യാമറ വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവർ എളുപ്പത്തിൽ കടന്നു വരുന്നു, അവർ മാർക്കറ്റിനെ ഇല്ലാതാക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞത്, ഞാൻ സംസാരിച്ച ഒട്ടുമിക്ക സ്റ്റുഡിയോ ഓണേഴ്സും. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ഒരു 10 സ്റ്റുഡിയോ ഉണ്ട് എന്ന് കരുതുക. 10 ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങളുടെ സറൗണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടമായിട്ട് 10 ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരു കസ്റ്റമർ നടന്നു വന്നിട്ട് എനിക്കൊരു ഫോട്ടോഗ്രാഫറെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേരും അയാളെ നോക്കും. ആ നോട്ടത്തിൽ അയാൾ ഈ 10 പേരിൽ അയാൾക്ക് ആരെയാണോ ഒരു തൃപ്തികരമായി തോന്നുന്നത് അയാളെ ആയിരിക്കും ആ കസ്റ്റമർ വിളിച്ചിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ, ഒരു ക്യൂ ഇല്ലാത്ത ഒരു ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഒരു 10 ഓട്ടോക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരെയും വിളിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ വരുന്ന പാസഞ്ചർ തീർച്ചയായിട്ടും അവർ മൊത്തത്തിൽ ആ ഡ്രൈവേഴ്സിനെയൊക്കെ നോക്കും. അവർക്ക് ഏറ്റവും കംഫർട്ടായി ഫീൽ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും അയാൾ ഓട്ടം വിളിക്കുക. അതുപോലെ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെത്തി, അവിടെ അല്ലെങ്കിൽ ഒരു കടയിലെത്തി, അവിടെ നിങ്ങൾ മാങ്ങയാണ് വാങ്ങിക്കാൻ പോയത്, പഴുത്ത മാങ്ങ വാങ്ങിക്കാൻ പോയത്. നിങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞ മാങ്ങ പഴുത്തിട്ടില്ല, കുറച്ച് പച്ചയാണ് ഇരിക്കുന്നതെല്ലാം. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ആ മാങ്ങ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ചൊന്ന് പഴുത്തിട്ടുണ്ടാകും എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുന്ന ഒരു മാങ്ങയായിരിക്കും നിങ്ങൾ വാങ്ങിക്കുക. ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ ആസ് എ ഫോട്ടോഗ്രാഫർ നിങ്ങൾ ഒരല്പം വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുക. അത് ഒരു പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിലായിരിക്കാം. എനിക്കറിയാം 1-2 ഫോട്ടോഗ്രാഫേഴ്സിന് വർക്ക് കിട്ടുന്നത് അവരുടെ സ്വഭാവ ഗുണം കൊണ്ടാണ്. എന്തൊരു സിറ്റുവേഷനിലും മോശമായിട്ട് പെരുമാറില്ല ആരോടും, അതാണ് അവരുടെ പ്രത്യേകത. ആ ഒരൊറ്റ സ്വഭാവ ഗുണം കൊണ്ട് ഫോട്ടോഗ്രാഫി വർക്കുകൾ ഒരുപാട് കിട്ടുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തത, അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വഭാവത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലിലായിരിക്കും. ചില ആൾക്കാർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവും അത് കാണാൻ. ചില ആൾക്കാർ ഫോട്ടോയിൽ യുണീക്ക് മൊമെൻറ്റ്സ്, കാൻഡിഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് അവർ കവർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു അപ്രോച്ചിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം. നമ്മുടെ സ്റ്റുഡിയോയിലായാലും നമ്മുടെ മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതിലായാലും ഞാനെന്ന ഫോട്ടോഗ്രാഫർ ഒരു വ്യത്യസ്തനായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ. അതിലിപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിലായിക്കഴിഞ്ഞാലും, ഞാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിലെ ലൈറ്റിംഗ് പാറ്റേൺ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന രീതിയിലായാലും, ഞാൻ എന്ന ഫോട്ടോഗ്രാഫറിന് ഒരു വ്യത്യസ്തതയുണ്ടെങ്കിൽ അവർ എന്നെ എപ്പോഴും ഓർക്കും. അവർക്കൊരു ഫോട്ടോഗ്രാഫിക് റിക്വയർമെൻറ്റ് വരുമ്പോൾ, ഇങ്ങനെ ഒരാളെ ഞാൻ മുമ്പ് പരിചയപ്പെട്ടിരുന്നു, നോക്കട്ടെ ഞാൻ നമ്പർ തപ്പട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അവർ ഓർക്കെങ്കിലും ചെയ്യും. അതാണ് ഈ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതായത് വ്യത്യസ്തനാവുക നിങ്ങളുടെ കൂട്ടത്തിൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 12 ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ ആ കൂട്ടത്തിലേക്ക് നടന്നു വന്നിട്ട് എനിക്കൊരു ഫോട്ടോഗ്രാഫറെ വേണം എന്ന് പറഞ്ഞാൽ ആരെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അയാൾ ഇങ്ങനെ എല്ലാ മുഖത്തേക്കും നോക്കുമ്പോൾ നിങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് അയാളെ നിങ്ങൾ ആകർഷിക്കണം. നിങ്ങളുടെ വ്യത്യസ്തത കൊണ്ട്, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓഫറിങ് വ്യത്യസ്തമാക്കുക. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു സിറ്റിയിൽ 12 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരൊക്കെയും വെഡ്ഡിങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. അവർ ഫസ്റ്റിൽ പോവും, ഒരു തലേ ദിവസം അവിടെ പോയി ആ വീടിൻ്റെ അല്ലെങ്കിൽ തലേന്ന് നൈറ്റ് പോയിട്ട് അവിടെയുള്ള ഫോട്ടോസ് എടുക്കും. പിറ്റേന്ന് ഡേയിലുള്ള ഫുൾ ഷോട്ട്സ് എടുക്കും, ഒരു ഔട്ട്ഡോർ എടുക്കും. എന്നിട്ട് അതെല്ലാം കൂടി ആൽബം ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ട് ആൽബം കൊണ്ടുപോയി ആ വീട്ടിൽ കൊടുക്കും, കാശ് വാങ്ങിക്കും. ഇങ്ങനെ 12 പേര് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തിനാണ് കസ്റ്റമർ നിങ്ങളടുത്ത് തന്നെ വരേണ്ടത്? അവർക്ക് ഏറ്റവും ആദ്യം നടന്നെത്താവുന്ന ഒരു സ്റ്റുഡിയോയിൽ പോയാൽ പോരെ? അവർ നിങ്ങളടുത്ത് തന്നെ വന്ന് നിങ്ങൾക്ക് വർക്ക് ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എനിക്കറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ഓഫറിങ്ങിൽ അദ്ദേഹം വ്യത്യസ്തനാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു വെഡ്ഡിങ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം വിത്തിൻ 3 days ആ വീട്ടിലേക്ക് ഒരാളുടെ കയ്യിൽ ഒരു പാഴ്സൽ എത്തിക്കും. ആ പാഴ്സൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കല്യാണ പെണ്ണും ചെക്കനും ഒന്ന് അത്ഭുതപ്പെടും. കാരണം ഒരു ടേബിൾ ടോപ്പ് ഫോട്ടോ ഫ്രെയിം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ആ ഫോട്ടോ ഫ്രെയിമിൽ കൃത്യമായിട്ടും അവരുടെ വെഡ്ഡിങ്ങിൽ ഏറ്റവും നല്ല ഒരു മൊമെൻറ്റ്
പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തിട്ട് മനോഹരമായ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കും അത്. അവരുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ അവരുടെ ലിവിങ് റൂമിലോ ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന അത്രയും നീറ്റായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് അദ്ദേഹം കൊടുത്തു വിടുക. മിക്കവാറും പുള്ളിക്കാരൻ തന്നെ നേരിട്ട് പോയിട്ട് കൊടുക്കും. അവിടെ കണ്ടിട്ട് ഫോട്ടോസൊക്കെ റെഡി ആവുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതും കൂടി അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് സംസാരിച്ച് തുടങ്ങുക. ഇതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പേയ്മെൻറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ കൂളായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തത്, പുതിയ വർക്കുകൾ ഈ ഓരോ വെഡ്ഡിങ്ങിലും അദ്ദേഹം ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ 3-4 വെഡ്ഡിങ്സ് അദ്ദേഹത്തിന് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫറിങ് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബിസിനസ് കൂട്ടാൻ സാധിക്കും. പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ എനിക്കറിയാം, അദ്ദേഹത്തെ ഞാൻ ദുബായിൽ നിന്നാണ് പരിചയപ്പെട്ടത്. അദ്ദേഹം വെഡ്ഡിങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽബം കൊടുക്കും, നല്ല നീറ്റായിട്ടുള്ള ആൽബംസ് കൊടുക്കും. അതുകൂടാതെ ഒരു വീഡിയോ സ്ലൈഡ് ഷോ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചെറിയ യുണീക്ക് മൊമെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു മ്യൂസിക്, ഒരു സോങ് ഇട്ടിട്ട് ഒരു സ്ലൈഡ് ഷോ ചെയ്തിട്ട് അവരുടെ വാട്സപ്പിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും, ആൽബം ഡെലിവറി ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ. അപ്പോൾ കിട്ടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ആൽബം നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല, അതേപോലെ അങ്ങനെ ഒരു വരവൊന്നും നടക്കില്ല. അങ്ങനെയുള്ളവർക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുള്ളായിട്ട് വരാറുണ്ട്. അതേപോലെ മറ്റു ചിലർ ഓഫർ ചെയ്യുന്നത് കോഫി ടേബിൾ ബുക്ക് എന്ന രീതിയിൽ ചെറിയ ഒരു 10 പേജുള്ള ഒരു ആൽബം എക്സ്ട്രാ കൊടുക്കും അവർ. അതായത് മെയിൻ ആൽബം കൂടാതെ ഒരു ചെറിയ ഒരു ആൽബം എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഓഫർ ചെയ്തിട്ട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പലരും ശ്രമിക്കാറുണ്ട്. അത് വളരെ നല്ലൊരു റിസൾട്ടാണ് അവർക്കൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. അതായത് നേരത്തെ പറഞ്ഞ 12 ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞാൻ പ്രീ വെഡ്ഡിങ്, വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് 3 ദിവസത്തെ ഷൂട്ട്, പിന്നെ ആൽബം, നല്ല നീറ്റായിട്ടുള്ള ആൽബം കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ നിങ്ങളും അത് പറഞ്ഞു. കൂടാതെ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് വിത്തിൻ 3 ഡേയ്സിൽ ഞാനൊരു ടേബിൾ ടോപ്പ് ഫോട്ടോ ഫ്രെയിം തരും, അല്ലെങ്കിൽ ഒരു ആൽബത്തിൻ്റെ കൂടെ ഞാനൊരു കോഫി ബുക്കും കൂടെ അതിൻ്റെ കൂടെ തരും, കോഫി ടേബിൾ ബുക്കും കൂടെ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഓഫറിങ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിങ്ങൾക്ക് ബിസിനസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നത്, അവർ 10 പേരെ വിളിച്ചാലും ഈ ഒരു ചങ്ങാതി പ്രത്യേകത ഉണ്ട് കേട്ടോ, അയാൾ ഒരു എക്സ്ട്രാ ബുക്കൊക്കെ നമുക്ക് തരും, നല്ല നീറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നും അത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ അഡ്വർടൈസിങ്ങിൽ മൗത്ത് ടു മൗത്തുള്ള പബ്ലിസിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എനിക്കൊരാളൊരു വഴി പറഞ്ഞു തന്നതായാലും അല്ലെങ്കിൽ ഒരു ഷോപ്പ് റെഫർ ചെയ്തതായാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു തന്നതാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ടാകും. അതേപോലെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ, വ്യത്യസ്തനാകാൻ നിങ്ങൾക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റുഡിയോയെ ഒരു നല്ല രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോഗ്രാഫിക് വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോഗ്രാഫിക് വർക്കുകൾ സിറ്റുവേഷന് അനുസരിച്ചിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചെയ്ത വെഡ്ഡിങ് വർക്ക് എങ്ങനെയായിരുന്നു? കല്യാണ പെണ്ണ്, കല്യാണ ചെക്കൻ, അവരുടെ ബന്ധുക്കൾ ഒക്കെ കൂടി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇനി നിങ്ങൾ ഒരു മരിച്ച വീട്ടിൽ പോയപ്പോൾ സെയിം തിങ്, അവരുടെ മക്കൾ, മരിച്ച ആളുടെ ഡെഡ് ബോഡിയുടെ മുന്നിൽ മക്കളൊക്കെ എല്ലാവരും നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്തു കൊടുത്തു. അതേപോലെ ഒരു ബർത്ത്ഡേക്ക് പോയപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടി, അതിൻ്റെ പാരൻസ്, അതിൻ്റെ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന ഫോട്ടോസാണ് നിങ്ങൾ എടുത്തു കൊടുത്തത്. അതായത് നിങ്ങൾ ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ആ വെഡ്ഡിങ്ങിൻ്റെ എനർജിയും, അല്ലെങ്കിൽ എല്ലായിടത്തും ഈ ഗ്രൂപ്പ് ഫോട്ടോ വേണം, ഗ്രൂപ്പ് ഫോട്ടോ വേണ്ട എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു കോമൺ പാറ്റേൺ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഐഡിയ. അതായത് വെഡ്ഡിങ് ഫോട്ടോ എടുക്കുമ്പോൾ വെഡ്ഡിങ് ആ ഒരു സന്തോഷവും ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കാഴ്ചക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ക്രിയേറ്റീവായ ഷോട്ടായിരിക്കണം. അതേസമയത്ത് ബർത്ത്ഡേ ആകുമ്പോൾ ആ കൊച്ചു കുട്ടിയുടെ സന്തോഷവും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ തിരിച്ച് മരിച്ച
മരിച്ച വീട്ടിലെത്തി കഴിയുമ്പോൾ അത് കാണുന്ന ആളിന് ആ ഒരു ദുഃഖം ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് നിങ്ങളുടെ ആ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് മാറ്റിയിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അടക്കം ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട് കാണുന്നവർക്ക് അതൊരു എന്താ പറയുക, ഒരു ശരാശരി ഡോക്യുമെൻ്ററി കാണുന്നതിനപ്പുറത്ത് അവരുടെ ഉള്ളിലേക്ക് ഒരു ശോകം കലർന്ന ഒരു ഭാവം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതായത് നിങ്ങളുടെ ആ വർക്ക് എന്താ പറയുക, ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യാതെ ഓരോ സിറ്റുവേഷനനുസരിച്ച രീതിയിലായിരിക്കണം നിങ്ങൾ ആ കമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ക്യാപ്ചർ ചെയ്യുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്കറിയാം, ദുബായിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു വെഡിങ് വർക്കായിരുന്നു. അപ്പോൾ അതിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് അദ്ദേഹം കവർ ചെയ്ത് കൊടുത്തു. മാനേജ്മെൻറ്റൊക്കെ ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് കിട്ടിയത് ഒരു ആഡ് ഫിലിമായിരുന്നു. അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഒരു വെഡ്ഡിങ് വീഡിയോയുടെ ഹൈലൈറ്റ് എടുത്തതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലാണ്. അദ്ദേഹത്തിന് ഒരു ആഡ് ഫിലിം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പം ഒരു വെഡ്ഡിങ് വീഡിയോ എടുക്കുന്ന അതേ രീതിയിലായിരുന്നു അദ്ദേഹം ഒരു ആഡ് ഫിലിമിൻ്റെ പാറ്റേൺസ് കൊണ്ടുപോയത്. അതുപോലെ പിന്നീട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തപ്പോഴും ഇതേ അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫർദർ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സന്തോഷമാണെങ്കിൽ കാണുന്ന ആളിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലും, ഇനി അല്ല ദുഃഖമാണെങ്കിൽ കാണുന്ന ആളിന് ദുഃഖമുണ്ടാകുന്ന രീതിയിലും നിങ്ങളുടെ ഫ്രെയിമുകൾ കമ്പോസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മരിച്ച വീട് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടും സന്തോഷം വരില്ല. ദുഃഖം ഇല്ലെങ്കിലും സന്തോഷം വരില്ല. അത് അതിനകത്തുള്ള ഒബ്ജക്റ്റുകളെ കൊണ്ട് അയാൾക്ക് സംഭവിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഫ്രെയിം ഒന്ന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളർ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണുന്ന ആളിന് ചെറിയ രീതിയിൽ ദുഃഖം ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിനെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങളെടുത്ത ഫോട്ടോ ഏത് തന്നെയും സന്തോഷമാണെങ്കിൽ കാഴ്ചക്കാരന് ആ ഫ്രെയിമിലൂടെ സന്തോഷം നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിലുള്ള ഒബ്ജക്റ്റിലൂടെ അല്ല, ആ ഫ്രെയിമിൽ കാണുമ്പോൾ അതിൽ അയാൾക്ക് സന്തോഷം ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വർക്ക് നിങ്ങൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ആ മൂഡ് അത് കാഴ്ചക്കാരന് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഫോട്ടോസ് കമ്പോസ് ചെയ്യാൻ വേണ്ടി. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു വ്യത്യസ്തനായി കൂടുതൽ വർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കുറച്ച് സ്റ്റെപ്പുകൾ. പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 12 ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള ഒരു സിറ്റി ആണെങ്കിൽ അവിടെ 12 പേരിൽ ഒരു 9-10 പേരും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഒരു 10,000 രൂപ ചാർജ് ചെയ്യുന്ന ഒരു വർക്കിന് എല്ലാവർക്കും പരസ്പരം അറിയാം, എല്ലാവരും 10,000 രൂപയെ ചാർജ് ചെയ്യുള്ളൂ. അപ്പം അതിലൊരാൾ പതുക്കെ പോയിട്ട് കസ്റ്റമറിനോട് പറയും, ഓക്കെ ഇവിടെ മാർക്കറ്റ് വാല്യൂ 10,000 ആണ്, ഞാനത് 9,000-ന് ചെയ്തു തരാം എന്ന് പറയും. അപ്പോൾ അന്ന് തന്നെ രാത്രിയിൽ വേറൊരാൾ അവിടെ എത്തും, ഇവിടെ മാർക്കറ്റ് വാല്യൂ 10,000 ആണ്, പലരും 9,000 ആണ് കൊടുക്കുന്നത്, പക്ഷേ ഞാനത് 8,000-ന് ചെയ്തു തരാം, വർക്ക് എനിക്ക് തരണം എന്ന് പറയും. അങ്ങനെ ഒരു 3-4 പേര് പറയുമ്പോൾ മിക്കവാറും ആ വർക്ക് ഫൈനൽ പ്രൈസ് കസ്റ്റമറുടെ മനസ്സിൽ ഏകദേശം തോന്നുക ഒരു 6,000-6,500 രൂപയായിരിക്കും. അപ്പോൾ ഈ ഒരു പരിപാടി ദയവായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും അവിടെ വർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. കാരണം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ 1,000 രൂപ കുറച്ചിട്ട് നമ്മളൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഓർക്കുക, ഇത് എന്ത് സംഭവങ്ങളും ഒരു റൗണ്ട് ഒരു ബൂമറാങ് പോലെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ 1,00,000 രൂപയുടെ വർക്ക് എടുക്കുമ്പോൾ 95,000-ന് നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നാളെ നിങ്ങൾ 50,000 രൂപ പറഞ്ഞ വർക്ക് 25,000 രൂപക്ക് വേറൊരാളെടുത്ത് നിങ്ങളുടെ മുന്നിലൂടെ അത് ചെയ്ത് തീർക്കും. ആ സമയത്ത് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. ആ സമയത്ത് നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇടിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ബൂമറാങ്ങാണ്. അത് ഉറപ്പായിട്ടും വന്നിട്ട് നിങ്ങൾ ഇന്ന് മുന്നിലോട്ട് വലിച്ചെറിഞ്ഞ് ആ ബൂമറാങ് കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ പുറകിൽ വന്നിട്ട് ഇടിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് മാർക്കറ്റ് ഇടിക്കരുത്. മാർക്കറ്റിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് എടുക്കുന്ന ഒരു ചാർജ് തന്നെ ചാർജ് ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എക്സ്ട്രാ പ്രൊഡക്റ്റ് ഓഫർ ചെയ്തിട്ടോ എക്സ്ട്രാ യുണീക്ക് സർവീസ് കൊടുത്തിട്ടൊക്കെ നിങ്ങളുടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് കൂടുതൽ ചാർജ് ചെയ്യുക. ഇപ്പം നിങ്ങൾ എല്ലാവരും 10,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ
12,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതെന്താ നിങ്ങൾക്ക് ഇത്ര കാശ് കൂടുതൽ? ഞാൻ ഓഫർ ചെയ്യുന്ന ഇന്ന രീതിയിലുള്ള സർവീസാണ് ഇത്. എൻ്റെ വർക്കുകൾ ഇതുവരെ ഞാൻ ചെയ്തത് ഇതൊക്കെയാണ്. നിങ്ങൾ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കാണുന്നുണ്ടാവും. നിങ്ങൾ കരുതുന്നുണ്ട് എന്താ ഈ ഒരു വെഡ്ഡിങ്സ് ഇങ്ങനെ ആൾക്കാരെ കാണിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. പക്ഷേ ആ ഒരു മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളിൻ്റെ ആവശ്യം അത് ആ വെഡ്ഡിങ് ആൾ കാണുക എന്നുള്ളതല്ല. ഫൈനലി ആ വെഡ്ഡിങ് കാണാത്ത ആരും ഉണ്ടാവരുത്. അതിലൂടെ ഞാൻ എന്ന വ്യക്തിക്ക് നെക്സ്റ്റ് ലെവലിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം എല്ലാവരും 1,00,000 രൂപയ്ക്ക് എടുക്കുന്ന ഒരു വർക്ക് ഞാൻ 1,50,000 രൂപയ്ക്ക് എടുക്കും. ഇതായിരിക്കണം നിങ്ങളുടെ മുന്നിലുള്ള അജണ്ട. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിക്കോളൂ, 1 വർഷം കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിലെ വർക്കുകൾ ഓൾമോസ്റ്റ് ഡബിളായി വന്നിടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പതിവ് പോലെ ഞാൻ റഷീദ് തായലാർ.